ഈ സി കൃഷ്ണകുമാറിന് പകരം അവിടെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല രാഷ്ട്രീയ ചിത്രം. ഒരു സീറ്റിന് വേണ്ടി, ഒരു MLA സ്ഥാനത്തിന് വേണ്ടി താൻ വിശ്വസിക്കുന്ന ആശയങ്ങളെയും നിലപാടുകളെയും എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുവാൻ വേണ്ടി വരുമ്പോൾ അത് പാലക്കാട് ജനത അംഗീകരിക്കില്ല. CPM മുതലെടുക്കാൻ ശ്രമിച്ച വർഗീയ രാഷ്ട്രീയത്തിന് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ് പാലക്കാട്ടെ പരാജയം എന്ന് ഇനിയെങ്കിലും CPM മനസ്സിലാക്കണം. നമസ്കാരം. പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകർ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചിരിക്കുന്നു. ഇത്രയും വലിയൊരു വിജയം കോൺഗ്രസ് ക്യാമ്പുകൾ പോലും, ഒരുപക്ഷെ VD സതീശൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് വേണം കരുതാൻ. നിലപാടില്ലാത്ത BJPയുടെയും CPMന്റെയും വർഗീയ രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വലിയ വിജയം എന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. 2016 2021 ഒക്കെ വലിയ ഒരു ഭൂരിപക്ഷം നേടി രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ വിജയിക്കാൻ സാധിച്ചിരിക്കുന്നു. BJPക്ക് വിജയ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ BJPയുടെയും CPMന്റെയും അന്തർധാര കൊണ്ട്, നിലപാടില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് BJP അവിടെ തങ്ങളുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു. CPMും BJPയുമായിട്ടുള്ള അന്തർധാര പ്രകാരം CPMൽ നിന്ന് BJPക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വോട്ട് ലഭിച്ചതുമില്ല. എന്നാൽ കഴിഞ്ഞ തവണ മെട്രോമാൻ E ശ്രീധരന് വോട്ട് ചെയ്തിരുന്ന BJP അനുഭാവികൾ ആയിട്ടുള്ള ആളുകളെല്ലാം തീവ്ര വർഗീയത പറഞ്ഞ CPMനും BJPക്കും എതിരായി അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് വേണം നമ്മൾ കരുതാൻ. ഒരു പക്ഷേ ഈ സി കൃഷ്ണകുമാറിന് പകരം അവിടെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല രാഷ്ട്രീയ ചിത്രം എന്ന് BJPയുടെ സംസ്ഥാന ദേശീയ നേതാക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. CPMും BJPയും പൊതുവേദിയിൽ തന്നെ അന്തർധാര വ്യക്തമാക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ട്രോളി വിവാദത്തിൽ CPMന്റെയും BJPയുടെയും യുവജന സംഘടനാ നേതാക്കൾ ഒരുമിച്ച് നിന്ന് കോൺഗ്രസിനെ വെട്ടിലാക്കാൻ ശ്രമിക്കുന്നതൊക്കെ മലയാളികളുടെ മനസ്സിലുണ്ട്. അതുകൂടാതെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, കൊട്ടിക്കലാശത്തിൻ്റെ ഒരു നാൾ മുമ്പ് 2 ന്യൂനപക്ഷ പത്രത്തിൽ നൽകിയ പരസ്യം, CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള P സരിൻ നൽകിയ പരസ്യം, അത് വർഗീയതയുടെ ഏറ്റവും അങ്ങേ തലക്കിലെത്തുന്നതായിരുന്നു. അങ്ങനെ CPM പ്രചരിപ്പിക്കാൻ ശ്രമിച്ച, CPM മുതലെടുക്കാൻ ശ്രമിച്ച വർഗീയ രാഷ്ട്രീയത്തിന് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ് പാലക്കാട്ടെ പരാജയം എന്ന് ഇനിയെങ്കിലും CPM മനസ്സിലാക്കണം. CPM പ്രവർത്തകരോട് എത്രയൊക്കെ പറഞ്ഞാലും അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള CPM പ്രവർത്തകരൊന്നും BJPയുടെ താമരയ്ക്ക് വോട്ട് ചെയ്യില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ മഹാഭൂരിപക്ഷം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വർഗീയതയെ, രാഷ്ട്രീയ നാടകങ്ങളെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ജനതയുള്ള നാടാണ് പാലക്കാട് എന്നുകൂടി CPMും BJPയും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരു സുപ്രഭാതത്തിൽ സീറ്റ് ലഭിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ചേരിമാറി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ P സരിൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് 2 നാൾ മുമ്പ് വരെ അദ്ദേഹം കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലിൻ്റെ തലവനായിരുന്നു. കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലിൻ്റെ തലവനായിരുന്നു കൊണ്ട് ഇടതുപക്ഷ നേതാക്കന്മാരെയും BJP നേതാക്കന്മാരെയും ഒക്കെ ശക്തമായി എതിർത്ത ഒരു വ്യക്തി ഒരു സീറ്റിന് വേണ്ടി, ഒരു MLA സ്ഥാനത്തിന് വേണ്ടി താൻ വിശ്വസിക്കുന്ന ആശയങ്ങളെയും നിലപാടുകളെയും എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുവാൻ വേണ്ടി വരുമ്പോൾ അത് പാലക്കാട് ജനത അംഗീകരിക്കില്ല, അല്ലെങ്കിൽ കേരളത്തിലെ ജനത അംഗീകരിക്കില്ല എന്നുള്ളതിനുള്ള തെളിവ് കൂടിയാണ് ഈ സരിൻ്റെ ഈ ഒരു 3ാം സ്ഥാനത്തേക്കുള്ള പോക്ക് എന്നുകൂടി മനസ്സിലാക്കുക. ഇത്തവണ പാലക്കാട് മത്സരത്തിൽ BJPയും CPMും തമ്മിൽ വർഗീയത പറയുന്നതിൽ മത്സരിക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാടൻ ജനത ഇത്ര വലിയ ഒരു പരാജയം BJPക്കും CPMനും സമ്മാനിച്ചിട്ടുള്ളത്. കാരണം സി കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി വളരെ വലിയൊരു വിജയപ്രതീക്ഷയ്ക്ക് വെച്ചു പുലർത്തിയിരുന്നു. കാരണം CPM വോട്ടുകൾ ലഭിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണ BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ CPMന്റെ ഒരു വോട്ട് പോലും BJPക്ക് ലഭിച്ചില്ല എന്ന് വേണം കരുതാൻ. ഇവരുണ്ടാക്കിയിരിക്കുന്ന ധാരണ എന്ത് എന്ന് നമുക്കറിയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിജയം, വൻ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഈ ഒരു വിജയം മതേതര കേരളത്തിൻ്റെ മുഴുവൻ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.